ഒനിയിൽ മസ്താനിയെ മോശമായി കയറി പിടിച്ചു. ഇത് മസ്താനിയുടെ ആരോപണമല്ല, ഇത് ലക്ഷ്മിയാണ് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. നിങ്ങൾ മസ്താനിനെ മോശമായി ടച്ച് ചെയ്തു. മസ്താനിക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു. മസ്താനി മൈക്ക് ഉരിച്ച് വളരെ രഹസ്യമായിട്ട് ലക്ഷ്മിയോട് പറഞ്ഞ കാര്യങ്ങളാണ്. ലക്ഷ്മി ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് മസ്താനിയുടെ കൈ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ടാണ് വരുന്നത്. വന്ന് ഇതൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യുവാണ്. അപ്പോൾ കാല് പിടിച്ച് മസ്താനി പറയുന്നുണ്ട് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ മസ്താനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ഇനി ഈ ഒരു വിഷയത്തിൽ നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒനീലിന്റെ ടീമായിരുന്നു ഈ ടാസ്കിൽ ജയിച്ചിരുന്നത്. അപ്പോൾ ഇവർ ക്ലാപ്പ് ചെയ്തുകൊണ്ട് നടന്ന വഴിക്ക് ഒനീൽ മസ്താനിയുടെ കാലിൽ തട്ടി ഇങ്ങനെ വീഴാൻ പോയ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വീഴാൻ പോകുമ്പോൾ ഇങ്ങനെ കയറി പിടിക്കില്ല, അതുപോലെ ഒന്ന് കയറി പിടിച്ച ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായത്. അപ്പോൾ പെട്ടെന്ന് വീഴാൻ പോകുന്ന ആളിപ്പോൾ എവിടെയാണ് പിടിക്കേണ്ടത് എന്ന് നോക്കിയിട്ട് നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് വീഴാൻ പോയി, അപ്പോൾ നമ്മളാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെയല്ലേ പിടിക്കത്തുള്ളൂ. ആ ഒരു രീതിയിൽ ആളൊന്ന് കയറി പിടിച്ചതാണ്. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി പിടിച്ചത്, വീഴാതിരിക്കാൻ ഒരു സപ്പോർട്ട്, അത്രേ ആൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനെയാണ് ലക്ഷ്മി ഇത്രയും വളച്ചൊടിച്ച് ഭയങ്കര മോശമായിട്ട് ഇത് കുടുംബത്തിൽ പിറക്കാത്ത ആളാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര മോശമായ രീതിയിലുള്ള ഒരു സംഭാഷണമായിരുന്നു ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന്. ലക്ഷ്മി ഇത് അനുവിനെ അനുകരിച്ചതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അനുവിൻ്റെ പുതപ്പിൻ്റെ ഒക്കെ ആക്ടിംഗ് ഒക്കെ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പം ഒനിൽ എടുത്തു പറയുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു പെൺപിള്ളേരെ മോശമായ രീതിയിൽ കാണുകയോ അവരോട് സംസാരിക്കുകയോ പെരുമാറുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ 30 ദിവസം ഞാൻ ഇവിടെ നിന്നതിൽ നിന്നും ഒനിൽ അങ്ങനൊന്നും പെരുമാറിയിട്ടില്ലെന്ന് തന്നെ ഒനിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ മസ്താനിയോട് പബ്ലിക്കായിട്ട് ഒരു വട്ടമല്ല ഒരു 100 വട്ടം ഒനിയിൽ മാപ്പും ചോദിക്കുന്നുണ്ട്. ഒരു യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ ഒനിയിൽ മാപ്പ് ചോദിക്കുന്നുണ്ട്. പരസ്യമായിട്ട് തന്നെയാണ് ഇത്രയും പേരുടെ ക്യാമറയുടെയും ഇത്രയും കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ മുന്നിൽ വെച്ചാണ് ഒനിയിൽ മാപ്പ് ചോദിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ആ ഒരു ഇത് തെറ്റിനകത്ത് അയാൾ മാപ്പ് ചോദിക്കുന്നത് തന്നെ. എന്നിട്ടും ലക്ഷ്മി വന്ന് ഇത്രയും വലിയൊരു വിഷയമാക്കി അതിനെ എടുക്കുന്ന ഒരു ചീപ്പ് ഗെയിമിംഗ് എന്ന് തന്നെ അതിനെ പറയാവുന്നത്. എന്തായാലും ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അനുവിന് കിട്ടിയതിലും കൂടുതൽ മിക്കവാറും ലക്ഷ്മിക്ക് ലാലേട്ടൻ്റെ നിന്ന് കിട്ടാനാണ് ചാൻസ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.